ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇന്ത്യൻ ബട്ടർഫ്ലൈ ആൻഡ് ഐ മിസ്റ്റർ മനോജ് ബാരിക്കാർ. എല്ലാ കപ്പലിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് മെക്കാനിക്കൽ ഫിറ്ററുടേത്. നമ്മുടെ കപ്പലിൽ എല്ലാവർക്കും ഓരോ റീപ്ലേസ്മെൻ്റ് ഉണ്ട്. ഓഫീസേഴ്സിനായാലും എഞ്ചിനീയേഴ്സിനായാലും. ഏബിൾ സീമാൻ ആണെങ്കിൽ 2-3 ഏബിൾ സീമാൻ ഉണ്ടാവും. അതേപോലെ തന്നെ മോട്ടർമാൻ 2-3 മോട്ടർമാൻ ഉണ്ടാവും. എന്നാൽ സ്കിൽഡ് ലേബേഴ്സ്, അതായത് ഫിറ്റർ, ചീഫ് കുക്ക്, പമ്പ്മാൻ എന്നിവർക്കൊന്നും കപ്പലിൽ റീപ്ലേസ്മെൻ്റ് ഇല്ല. ഇനി കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു മോട്ടർമാൻ്റെ ലൈഫാണ് കാണിച്ചത്. അതിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു ഫിറ്ററിൻ്റെ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. ഒരു ITI ഫിറ്റർ അല്ലെങ്കിൽ വെൽഡർ, ഡിപ്ലോമ കഴിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാണ്, എന്തൊക്കെ ട്രെയിനിങ് കഴിഞ്ഞാണ് മർച്ചൻ്റ് നേവിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുക, ജോയിൻ ചെയ്തതിന് ശേഷം എന്തൊക്കെ ജോലിയാണ് ഇവിടെ ചെയ്യാനുണ്ടാവുക എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ അധികം സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒരു മറൈൻ ഫിറ്ററായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ITI ഇൻ ഫിറ്റർ, വെൽഡർ, ടേർണർ എന്തുമായിക്കോട്ടെ, നിങ്ങൾക്ക് നല്ലൊരു ടെക്നിക്കൽ നോളജും ഇതിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മറൈൻ ഫിറ്ററായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മുംബൈ, ഗോവ, ചെന്നൈ, കൊച്ചിൻ എന്നീ സ്ഥലങ്ങളിലൊക്കെ ഫിറ്ററിന് നല്ല കോഴ്സ് കൊടുക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമുണ്ട്. മുമ്പൊക്കെ ഫിറ്ററായി ജോയിൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചിരുന്നത് എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇപ്പോൾ ലോയിഡ്സിൻ്റെ ക്ലാസ് സർട്ടിഫിക്കറ്റ്, അതായത് 6G പോലുള്ള വെൽഡിംഗ് സർട്ടിഫിക്കറ്റാണ് ഒരു മാൻഡറ്ററി റിക്വയർമെൻ്റ് ആയിട്ട് പല സ്റ്റാൻഡേർഡ് കമ്പനിയും ചോദിച്ചു വരുന്നത്. ഈ മുംബൈയിലും കൊച്ചിയിലും ഗോവയിലൊക്കെ കൊടുക്കുന്ന ഫിറ്ററിൻ്റെ കോഴ്സിൽ നിങ്ങൾക്ക് ഫാബ്രിക്കേഷൻ, ഫിറ്റിങ്, 6G പോലുള്ള വെൽഡിങ്, അതുപോലെ തന്നെ പൈപ്പ് ഫാബ്രിക്കേഷൻ, മെക്കാനിക്കൽ സീൽ ഇൻസ്റ്റാളേഷൻ, പമ്പിൻ്റെയൊക്കെ സെൻട്രിഫ്യൂജൽ പമ്പായാലും പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പായാലും അതിൻ്റെയൊക്കെ ഇൻസ്റ്റാളേഷൻ, റിപ്പയറിങ്, വാൾവ് റിപ്പയറിങ്, പല ടൈപ്പിലുള്ള വാൾവ് റിപ്പയറിങ്, ഇതിൻ്റെയൊക്കെ ഒരു പ്രാക്ടിക്കൽ ആൻഡ് തിയറി ക്ലാസ്സസ് ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫീ വരുന്നത് ഏകദേശം ഒരു 50,000 to 70,000 ആണ് ഇതിൻ്റെ 4 ആഴ്ച മീൻസ് ഇല്ലെങ്കിൽ 8 ആഴ്ച വരുന്ന കോഴ്സിൻ്റെ ഫീ വരുന്നത്. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ കപ്പലിൽ നിങ്ങൾക്ക് നല്ലൊരു ഫിറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ ഫിറ്ററായിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ വാഷ് കീപ്പിംഗ് എടുത്തിട്ട് നിങ്ങൾക്ക് ഫോറിൻ കൺട്രീസ് ലൈക്ക് സിംഗപ്പൂർ, ന്യൂസിലാൻഡ്, UK അതുപോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പഠിച്ച് നിങ്ങൾക്ക് മറൈൻ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു പൊസിഷനിലോട്ടുള്ള വഴി കൂടി നിങ്ങൾക്ക് തുറന്നു തരുന്നതായിരിക്കും. ഫിറ്ററായിട്ട് ഡയറക്റ്റ് ഒരു എൻട്രി എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് കമ്പനീസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതായത് സച്ചാസ് നമ്മുടെ ഗ്രേറ്റ് ഈസ്റ്റേൺ, അതുപോലെ SCI എന്നീ കമ്പനീസൊക്കെയാണ് ട്രെയിനി ഫിറ്ററിൽ ഒരു എൻട്രി ലെവലിൽ ഒരു എൻട്രി കൊടുക്കുന്നുള്ളത്. അതർവൈസ് നിങ്ങൾ പ്രീ-സി ട്രെയിനിങ് ഫോർ GP റേറ്റിംഗ് കഴിഞ്ഞ് ഒരു ട്രെയിനി വൈപ്പറിൽ ജോയിൻ ചെയ്ത ശേഷം നിങ്ങളുടെ ടാലൻ്റ് ഒക്കെ കമ്പനി കൺസിഡർ ചെയ്ത ശേഷം നിങ്ങളൊരു ഫിറ്ററിലോട്ട് പ്രൊമോഷൻ എടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റീപ്ലേസ് ചെയ്യാനുള്ള പകരക്കാരനൊന്നുമില്ലാത്ത ഒരു റാങ്കാണ് ഫിറ്ററിൻ്റെയും ഇലക്ട്രീഷ്യൻ്റെ ഒക്കെ. ആർക്കും അറിഞ്ഞുകൂടാത്തൊരു സംഭവമാണ് ലെയ്ത്ത്. മറൈൻ എഞ്ചിനീയേഴ്സിനൊക്കെ ഒരു ബേസിക് നോളജ് ഉണ്ടാകും എന്നല്ലാതെ ഫിറ്ററിനെ പോലെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഈ മറൈൻ എഞ്ചിനീയേഴ്സിന് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എല്ലാവരും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഹീറോ ആയിട്ടിരിക്കുന്നത് എപ്പോഴും ഈ മറൈൻ ഫിറ്ററാണ്. പുള്ളിക്കായിരിക്കും ഈ ടെക്നിക്കൽ, ഈ ലെയ്ത്തിൻ്റെയും വെൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു കീ മീൻസ് ഡീപ്പ് നോളജ് ഉണ്ടായിരിക്കുക വിത്ത് എക്സ്പീരിയൻസ്. അപ്പം നമ്മുടെ ഈ കപ്പലിലുള്ളത് ധരംദേവ് എന്ന് പറയുന്ന UP നിന്നുള്ള ഒരു മറൈൻ ഫിറ്ററാണ്. നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ഫിറ്ററായിരുന്നു. ഏതൊരു മെയിൻ്റനൻസ് ജോബിലും പുള്ളിയുടെ കൈ കടത്താതെ ഇരിക്കാൻ ചാൻസ് ഇല്ല. ഇപ്പം നമ്മുടെ എന്തൊരു ടെക്നിക്കൽ ഒരു പൈപ്പ് ലൈന് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇത് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന റീഫറിൻ്റെ കൂളറാണ്. ഇതിൻ്റെ ട്യൂബ് ലീക്കായ സമയത്ത് ഇതിൻ്റെ റിപ്പയറിങ്ങും ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾ ഇൻ ഓൾ മീൻസ് ഇൻചാർജാണ് നമ്മുടെ ഫിറ്ററായിട്ട് വരുന്നത്.
ഈ ബ്രേസിങ് ആയാലും വെൽഡിങ് ആയാലും ഫിറ്റിംഗ് ആയാലും മെയിൻ്റനൻസ് വർക്ക് ആയാലും പുള്ളിയുടെ അഡ്വൈസ് മീൻസ് മറൈൻ എഞ്ചിനീയേഴ്സ് ഓൾവേസ് വിൽ ബി ദർ. പക്ഷേ നമ്മുടെ ഫിറ്ററിന്റെ ഒരു അഡ്വൈസ് കൂടി നമ്മൾ എപ്പോഴും എടുത്തിട്ടാണ് ഒരു ജോലി സ്റ്റാർട്ട് ആവുക. ഓരോ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഡയറക്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതല്ല. അതിനു മുമ്പ് പല പ്രൊസീജിയർ ഉണ്ട്. ഹോട്ട് വർക്കിനാണെങ്കിൽ കമ്പനിയിൽ നിന്നും പെർമിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ടൂൾ ബോക്സ് മീറ്റിംഗ്, എല്ലാ എഞ്ചിനീയേഴ്സും അതർ കോ വർക്കേഴ്സിൻ്റെ ഒന്നിച്ച് കൂടിയിട്ട് ആ ജോലീൻ്റെ ഡിസ്കഷനും അതിൻ്റെ സീരിയസ്നെസ്സും അതിലെടുക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസും അതൊക്കെ എടുത്തതിന് ശേഷമാണ് ഒരു മറൈൻ ഫിറ്റർ ജോലി തുടങ്ങുന്നത്. മറൈൻ ഫിറ്ററിൻ്റെ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് പല കമ്പനിയിലും 9 മാസം തന്നെയാണ്. പക്ഷേ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് കമ്പനീസ് 6 മാസം ജോബ് കോൺട്രാക്റ്റ് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ മറൈൻ ഫിറ്റർ ഷിപ്പിൽ കൺസിഡർ ചെയ്യുന്നത് ഒരു പെറ്റി ഓഫീസറായിട്ടാണ്. പുള്ളിയുടെ സാലറിയും അതേപോലെ തന്നെ ഒരു ഹൈ ആയിരിക്കും. ചില മാക്സിമം കമ്പനീസ് $1,200 ഫിറ്ററിന് പേ ചെയ്തിരിക്കുന്നത്. പക്ഷേ അധികം കുറച്ച് സ്റ്റാൻഡേർഡ് കമ്പനീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു $3,000 വരെ ശമ്പളം പോകാറുണ്ട്. ഇതിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു 2-3 കപ്പലിലെ ഫിറ്ററിൻ്റെ ലൈഫാണ്. പല പല ജോബിൻ്റെ അസൈൻമെൻറ്റും അത് ഇൻസ്റ്റാളേഷനും ഫിറ്റിംഗ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു ജോബാണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫിറ്റർ എപ്പോഴും ഒരു റെസ്പോൺസിബിൾ മാനായിരിക്കും കപ്പലിലെ ഒരു ടെക്നിക്കൽ ഫീൽഡിൽ. പുള്ളിക്ക് പലതരത്തിലുള്ള ഐഡിയാസ് ഉണ്ടാവും. പലതരം ഫിറ്റിങ്ങിനെ കുറിച്ചിട്ടും വെൽഡിങ്ങിനെ കുറിച്ചിട്ടും ലെയ്ത്തിനെ കുറിച്ചിട്ടും ത്രെഡ്സിനെ കുറിച്ചിട്ടും ഇതൊക്കെ പുള്ളിക്ക് നല്ല നോളജ് ആയിരിക്കും, പ്രാക്ടിക്കൽ വൈസും തിയറി വൈസും. പിന്നെ എൻജിൻ റൂമിലാണെങ്കിൽ അതർ റേറ്റിംഗ്സ്, അതായത് ഇപ്പം വൈപ്പർ ആയാലും ട്രെയിനി വൈപ്പർ ആയാലും മോട്ടർമാൻ ആയാലും ഇവരുടെയൊക്കെ മുകളിലായിരിക്കും എപ്പോഴും ഫിറ്ററിൻ്റെ സ്ഥാനം. പിന്നെ ഒരു സർവേ ഇൻസ്പെക്ഷനൊക്കെ ഉള്ള സമയത്ത് പുള്ളിയുടെ ജോബിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ് ഈ ഒരു എയർ വെൻ്റൊക്കെ ചെക്ക് ചെയ്യുകയും ക്ലീൻ ചെയ്യുകയും അതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റിയൊക്കെ ഏറ്റെടുത്ത് പുള്ളി നടത്തുന്നതായിരിക്കും. അപ്പം ഏതൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഫിറ്ററിൻ്റെ ലൈഫ് നല്ല അടിപൊളിയാണ്, നല്ല റെസ്പോൺസിബിലിറ്റിയാണ്, അതേപോലെ തന്നെ സാലറിയും റെസ്പെക്റ്റഡ് ആണ് ജോബ്. സോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടി അറിയിക്കുക. വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസറിൻ്റെ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. എന്തൊക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ട്രെയിനിങ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇലക്ട്രിക്കൽ ഓഫീസറായിട്ട് മർച്ചൻ്റ് നേവിയിൽ ജോയിൻ ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺ, സീ യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ സൈനിങ് ഓഫ്, ബൈ ബൈ.